പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജാനകി അജയനോട് പറയുന്നുണ്ടായിരുന്നു അനിയനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലാന്ന്. അപ്പോൾ അവനിങ്ങോട്ട് വന്നോളൂ എന്ന് അജയൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ അനാമിക മോള് പരാതി പറയുന്ന പോലെ അവനെപ്പോഴും ആ പോലീസുകാരിയുടെ പിറകെ അല്ലേ എന്നിങ്ങനെ ജാനകി പറയുമ്പോൾ അജയൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അജയൻ പറയുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ നീ സ്റ്റേഷനിൽ പോയി നോക്കുക എന്ന് പറയട്ടെ. അപ്പോൾ അനാമിക അത് കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ ആദ്യം സ്റ്റേഷനിൽ ഉണ്ടോയെന്ന് അറിയണം എന്നിങ്ങനെ മനസ്സിലോർത്തുകൊണ്ടാണ് കേട്ടോ അനാമിക അവിടെ നിന്ന് പോരുന്നത്. പിന്നീട് അത് മാത്രമല്ല ജാനകി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അനാമികയും ഇങ്ങനെ ഭാര്യാഭർത്താക്കന്മാരാണ് മറ്റുള്ളവരുടെ മുന്നിൽ, പക്ഷേ അവൻ്റെ കടമകൾ മറന്നുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. അഭിക്കാണെങ്കിലും ആദർശനാണെങ്കിലും ഒരു കുഞ്ഞുണ്ട്, നമുക്കാണ് ഒരു പേരക്കുട്ടിയൊന്നും ഇല്ലാത്തത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ പിന്നീട് അത് മാത്രമല്ല അതിങ്ങനെ പറയുന്ന സമയത്ത് അജയൻ പറയുന്നുണ്ടായിരുന്നു അവർക്ക് പെട്ടെന്നൊരു കുഞ്ഞുണ്ടാവാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയട്ടെ. അപ്പോൾ അതെന്താ അജയേട്ടൻ അങ്ങനെ പറഞ്ഞതെന്ന് ജാനകി ചോദിക്കുമ്പോൾ അവരുടെ ബന്ധം നിലനിന്ന് പോകുമെന്നൊക്കെ നോക്കിയിട്ട് ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ അപ്പോൾ അവൻ്റെ അച്ഛൻ്റെ അഭിപ്രായം അങ്ങനെയാണല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ജാനകിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു പേരക്കുട്ടീനെ വേണം, മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നമുക്കൊരു കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട് അത് ഈ കുടുംബത്തിലെ കുട്ടികളല്ലേന്ന്. ആയിക്കോട്ടെ, എന്നാലും സ്വന്തം പേരക്കുട്ടിയൊന്നുമല്ലല്ലോ, പിന്നെ ആ ചന്തമോളെ കെട്ടിയിറക്കിയതല്ലേ, അതിനോട് എനിക്കിതുവരെ ഒരു സ്നേഹം തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ അജയനാണെങ്കിലും അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു കേട്ടോ. ആദർശൻ അതിനെ ഈ കുടുംബത്തിനെ താങ്ങി നിർത്താനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്, പക്ഷേ അതിങ്ങനെ ബുദ്ധിക്ക് തകരാറ് പറ്റിയ നിനക്കും നിൻ്റെ മരുമക്കൊന്നും മനസ്സിലാവുന്നില്ല, അതാണ് ഈ വീട്ടിലെ 90% പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറഞ്ഞ് അജയൻ അവിടുന്ന് പോവാണ് കേട്ടോ. പിന്നീട് നന്ദു സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അനിയുടെ കാര്യം തന്നെയാണ് കേട്ടോ എസിനോട് സംസാരിക്കുന്നത്. അനിയനെക്കുറിച്ച് ഒരു വിവരം കിട്ടിയിട്ടില്ല, അതുമാത്രമല്ല മനസ്സിന് കട്ടിയില്ലാത്ത ആളാണ് അനി എന്നൊക്കെ അയാളോട് പറയുന്നുണ്ടായിരുന്നു. അന്ന് മദ്യപിച്ച് വന്ന കാര്യമൊക്കെ അവർക്കും അറിയാവുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സൈബർ സെല്ലിൽ നിന്ന് വിവരമൊന്നും കിട്ടിയില്ല എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഒരു വിവരം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് നന്ദു. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയും എനിക്കൊന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന്. പിന്നീട് അനാമിക ഇങ്ങനെ നന്ദു സ്റ്റേഷനിലുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേണുവിനെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നന്ദു അങ്ങ് പോയ ശേഷമാണ് അനാമികനെ വിളിച്ചിട്ട് കാര്യം പറയുന്നത്. ഇങ്ങനെ അവളുടെ കൂടെയൊന്നുമില്ല, അവൾ ഇവിടെ സ്റ്റേഷനിൽ തന്നെ ഉണ്ടെന്ന്. അപ്പോൾ അനാമിക എനിക്ക് അത്രയും മതി എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് വേണു ഇങ്ങനെ ഒരു സംശയം പറയുകയാണ്, എന്നാലും ഇപ്പോൾ അവൻ എവിടെ പോയതായിരിക്കും എന്ന് പറയുമ്പോൾ അവൻ എവിടെയെങ്കിലും പോയി തൂങ്ങി ചത്തോട്ടെ എന്നാണ് അനാമിക പറയുന്നത്. അപ്പോൾ വേണു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ചത്താലും അനിയുടെ ഭാര്യ എന്നുള്ള ഇത് നിനക്ക് കിട്ടും എന്നാണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത് മകൾക്ക്. എന്തായാലും അവർക്ക് അനീനെ കാണാനില്ലാത്തതിൽ ഒരു വിഷമമൊന്നുമില്ല രണ്ടുപേർക്കും. രാത്രി വൈകിട്ടും നന്ദുവിനെ കാണാനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കനകയും ഗോവിന്ദനും സംസാരിക്കുന്നതാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത്. അപ്പോൾ കനക പറയുന്നുണ്ടായിരുന്നു അങ്ങനെ SI ഒക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഇനിയിപ്പോൾ വീട്ടിലേക്ക് നേരത്തെ വന്നാലും ആരെങ്കിലും വിളിച്ചാലും മോൾക്ക് പോവേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നന്ദു അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നന്ദു വന്നിട്ട് അനിയുടെ കാര്യം തന്നെയാണ് അവരോട് ആദ്യമേ പറയുന്നത്. അനീനെ ഇതുവരെ കാണാനില്ല, ഞാൻ അമ്മ എന്നോട് ഇങ്ങനെ അത്രയ്ക്കും ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടാണ് അനീനോട് അത്രയ്ക്കും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. മനസ്സിന് കട്ടിയില്ലാത്ത ആളാണ് അനി, അതെനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അവനോട് അങ്ങനെയൊന്നും പറയാതിരുന്നത്. പിന്നെ അമ്മ എന്നെ വഴക്ക് പറഞ്ഞതിൻ്റെ ദേഷ്യമാണ് ഞാൻ അവനോട് തീർത്തത് എന്ന് പറയാണ് കേട്ടോ. നൈനേച്ചി എന്നെ വിളിച്ചപ്പോഴാണ് അനീനെ കാണാനില്ല എന്നുള്ള വിവരം ഞാൻ അറിഞ്ഞത്. അവനൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു, ഇനിയിപ്പോൾ അവനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല, ഞാൻ കാരണമാണല്ലോ അവനിങ്ങനെ സംഭവിച്ചെന്നുള്ള ഒരു കുറ്റബോധം എൻ്റെ മനസ്സിൽ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നന്ദു ആണെങ്കിലും അവിടുന്ന് സങ്കടത്തോടുകൂടി അങ്ങ് പോവാണ് കേട്ടോ. ആ സമയത്ത് ഗോവിന്ദൻ കനകനോട് പറയുന്നുണ്ടായിരുന്നു നീ മോളോട് അത്രയ്ക്കും ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടായിരുന്നു, അതുകൊണ്ടാണ് അനീനോട് അവൾ മോശമായിട്ട് സംസാരിച്ചത് എന്നൊക്കെ പറയുമ്പോഴും കനകയ്ക്ക് ആകെ പേടിയാണ് കേട്ടോ. കനക പറയുന്നുണ്ടായിരുന്നു എനിക്കിപ്പോഴും ആ ജോത്സ്യർ പറഞ്ഞതാണ് എൻ്റെ മനസ്സിൽ തന്നെ കിടക്കുന്നത്, നന്ദൂട്ടനാണെങ്കിലും ഇങ്ങനെ സ്നേഹിച്ച പയ്യനെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് പറയാണ്ടോ. എനിക്ക് മോൾ അനന്തപുരിയിലേക്ക് പോകണമെന്നൊരു ഒട്ടും താല്പര്യമില്ല, ഇനിയിപ്പോൾ അനിയെങ്ങാനും തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലും നമുക്കിങ്ങനെ അവരെ വിലക്കാനൊന്നും പറ്റില്ല ല്ലോ, ഇനിയിപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞാലും നന്ദൂട്ടൻ അനിയനോട് അങ്ങനെ ഒന്നും പെരുമാറില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കനകയ്ക്കാണെങ്കിലും, അത് ഗോവിന്ദനോട് പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്കൊന്നും പറ്റരുതേ എന്നുള്ള ആ ഒരു ഇതും കൂടെ ഉണ്ട് ഗോവിന്ദനാണെങ്കിലും. ഗോവിന്ദനും പറയുന്നുണ്ടായിരുന്നു അനി അല്ലെങ്കിലേ തകർന്ന് നടക്കുകയാണ്, ഒരു അഹങ്കാരി പെണ്ണിനെ കല്യാണം കഴിച്ചതോടുകൂടി അവനാകെ തകർന്ന മട്ടിലാണ് എന്നൊക്കെ ഇങ്ങനെ. അതിൻ്റെ കൂട്ടത്തിലാണ് നന്ദും കൂടെ അവനെ അവഗണിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിയോന്നും അറിയാൻ പറ്റില്ല, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്, ഒന്നും പറ്റരുതേ എന്നുള്ള പ്രാർത്ഥനയുണ്ട് കേട്ടോ. പിന്നീട് വീണ്ടും ജാനകി ഇങ്ങനെ അനീനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ടെൻഷനിൽ തന്നെയാണ് കേട്ടോ. അജയനോട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു, അവനെ ഇതുവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ അവനെന്താ നമ്മുടെ കോൾ കണ്ടാലൊന്ന് തിരിച്ച് വിളിച്ചാൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അജയേട്ടൻ വിളിച്ചപ്പോൾ എടുത്തായിരുന്നോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഇല്ലയെന്ന് അജയൻ പറയുമ്പോൾ അവൻ എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നോ അജയേട്ടാന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ വലിയ വിഷമം അവൻ്റെ ഭാര്യ തന്നെയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നീ ഇങ്ങനെ അവളുടെ കാര്യം പറഞ്ഞ് എപ്പോഴും അവനെ ടോർച്ചർ ചെയ്യല്ലേ, അപ്പോൾ ഇടയ്ക്ക് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീട്ടിലേക്ക് വരാനേ തോന്നുന്നില്ല എന്നുള്ളത്.
അപ്പോൾ ജാനകിയാണെങ്കിലും അജയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അതിന് കാരണം ഞാനാണോ, ആ നന്ദു അവളുടെ ചേച്ചിമാരും അല്ലേ എന്ന് പറയുമ്പോൾ അവരൊരിക്കലും തെറ്റുകാരല്ല എന്ന് അജയൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മകനാണ് ഇങ്ങനെ നന്ദുവിൻ്റെ പിറകെ നടക്കുന്നത്, അതിന് കാരണക്കാരി നിൻ്റെ മരുമകൾ തന്നെയാണ്. നീ എപ്പോഴും പറയുമല്ലോ നന്ദു അവളുടെ ചേച്ചിമാരും അഴിഞ്ഞാട്ടുകാരികളാണെന്ന്, പക്ഷേ അതല്ല, നിൻ്റെ മരുമകൾക്കാണ് ആ പേര് കൂടുതൽ ചേരുന്നത് എന്ന് പറയട്ടോ. എന്നിട്ട് പിന്നെ ആ വീഡിയോ അജയൻ കണ്ട കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ട സമയത്ത് ഒരച്ഛനും അതൊന്നും കണ്ടാൽ സഹിക്കില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ ജാനകിയാണെങ്കിൽ തിരിച്ച് ചോദിക്കുന്നത്, അപ്പോൾ നമ്മുടെ മകൻ നന്ദുവിൻ്റെ പിറകെ നടക്കുന്നതോ, അവൻ നന്ദുവിൻ്റെ പിറകെ നടക്കുന്നതുകൊണ്ടല്ലേ അനാമിക മോള് അവൾക്ക് തോന്നിയ പോലെ നടക്കുന്നതെന്ന് പറയുമ്പോൾ അജയന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഭർത്താവ് ഇങ്ങനെ മറ്റൊരു പെണ്ണിൻ്റെ പിന്നാലെ നടക്കുമ്പോൾ ഇങ്ങനെ ഭാര്യ അങ്ങനെ മറ്റുള്ള ആണുങ്ങളുടെ കൂടെ നടക്കണമെന്ന് വല്ല നിയമമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരാൾ വഴി തെറ്റി പോവുകയാണെങ്കിൽ മറ്റേ ആളാണ് അത് പറഞ്ഞു തിരുത്തേണ്ടത്, അങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. പിന്നീട് അജയനാണെങ്കിലും ഇങ്ങനെ ജാനകിനോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ നമ്മുടെ മോനെ സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അനാമിക ബന്ധം പിരിഞ്ഞോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, അതുതന്നെയാണല്ലോ ഇവിടുത്തെ പലരുടെ ആവശ്യവും എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ, ആഗ്രഹവും അതുതന്നെയാണല്ലോ, എന്നാൽ അത് നടക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. നന്ദുവിനെ ഒരിക്കലും അനാമികയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തന്നെയാണ് തറപ്പിച്ച് ജാനകി പറയുന്നത്. അപ്പോൾ നന്ദുവിന് അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല, നമ്മുടെ മകനാണ് അവനെങ്ങനെ മനസ്സിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത്, അത് അത്ര പെട്ടെന്നൊന്നും എടുത്ത് കളയാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നന്ദുവിന് ഒരു കുടുംബജീവിതം ഉണ്ടായാൽ അതൊക്കെ മാറും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ഇങ്ങനെ അജയൻ പറയുന്ന സമയത്ത്, അപ്പോഴും നിൻ്റെ മരുമോൾ വിചാരിക്കണം അവർക്കൊരു കുടുംബം വേണോ എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ മകനോടുള്ള പ്രതികാരത്തിന് അവൾ വേറൊരു കുടുംബം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അജയൻ. പിന്നീട് അനാമികയാണെങ്കിലും അനാമികയുടെ കാമുകനെ വിളിച്ചിട്ട് പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് നാളെ സിനിമയ്ക്ക് പോവാം, പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് വൈകി തിരിച്ച് വന്നാൽ മതി, ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ജാനകി അവിടേക്ക് വരുന്നത്. ജാനകി വന്നിട്ട് ജാനകി വരുമ്പോൾ തന്നെ കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അമ്മായിമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജാനകി അനി വിളിച്ചായിരുന്നോ എന്നാണ് ചോദിക്കുന്നത് അനാമികനോട്. അപ്പോൾ അനാമികനെ വിളിക്കില്ലല്ലോ, അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കില്ലല്ലോ എന്നാണ് അനാമിക തിരിച്ച് ജാനകിനോട് പറയുന്നത് കേട്ടോ. മോൾ അങ്ങോട്ട് വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ കോള് കണ്ടിട്ടുണ്ടെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യില്ല എന്ന് അനാമിക തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. ജാനകിയാണെങ്കിലും അനി വിളിച്ചിട്ട് എടുക്കാത്തതിൻ്റെ ടെൻഷനൊക്കെ പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു, അതോർത്ത് അമ്മ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അവൻ ഇങ്ങനെ ആ നന്ദുവിൻ്റെ പിന്നാലെ ചുറ്റിത്തിരിയായിരിക്കും, SI സാറ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ടാവും, ഇനിയിപ്പോൾ പാതിരാത്രി ആയിരിക്കും രണ്ടുപേരും കൂടെ തിരിച്ച് വരുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ജാനകി വിളിച്ചപ്പോൾ ഇങ്ങനെ കോൾ എടുത്തില്ല എന്ന് പറയുമ്പോൾ അമ്മ അങ്ങനെ അവനെ വിളിക്കുമ്പോൾ കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയില്ലേ, അതവന് പറ്റില്ല, അതുകൊണ്ടായിരിക്കും കോൾ എടുക്കാത്തത്, ഇനിയിപ്പോൾ ഞാൻ ഉറങ്ങി കഴിഞ്ഞ ശേഷമേ വരുള്ളൂ, അതാവുമ്പോൾ പിന്നെ എന്നോട് വഴക്കിടണ്ടല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ജീവിതം എവിടെ പോയി നിൽക്കുന്ന എനിക്കറിയില്ലല്ലോ എന്ന്. അപ്പോൾ അനാമിക പറയും, അത് മിക്കവാറും ഒരു ഡിവോഴ്സിലായിരിക്കും ചെന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നും പറയില്ല മോളെ, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അനാമിക മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ പ്ലാൻ ഞാൻ എപ്പോഴേ വരച്ചു കഴിഞ്ഞു, എനിക്കിനി ഇവിടുന്ന് തരാനുള്ളതൊക്കെ അങ്ങ് തന്നാൽ മതി, ഞാനങ്ങ് പോയിക്കോളാം എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വേണുവാണെങ്കിലും ഇങ്ങനെ രാത്രി ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ അനിയെങ്ങാനും നന്ദുവിൻ്റെ വീട്ടിലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോള് വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളിങ്ങനെ സ്റ്റേഷനിൽ പോയി നോക്കിയായിരുന്നല്ലോ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ അവിടെ തന്നെ ഉണ്ടായിരുന്നില്ലേ, പിന്നെ എന്തിനാ വീട്ടിലേക്ക് പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ, ആദ്യമൊക്കെ ഇങ്ങനെ അനിയുടെ വല്യമ്മയ്ക്കും ഇങ്ങനെ നന്ദുവിനോട് അടുക്കുന്നതിനോട് വലിയ വെറുപ്പായിരുന്നല്ലോ, അനാമികയോട് ഭയങ്കര സ്നേഹമായിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറിയില്ലേ, ഇനിയിപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നന്ദുവായിട്ടുള്ള ബന്ധം അവൻ ഇങ്ങനെ ഉറപ്പിച്ചോന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. നന്ദുവിൻ്റെ വീട്ടിലെങ്ങാനും അനിയുണ്ടോയെന്ന്. അപ്പോൾ അവളുടെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിച്ച് വരരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു രേവതിയാണെങ്കിലും. പിന്നീട് അതുപോലെ തന്നെ അജയൻ വീണ്ടും വിളിക്കുന്നുണ്ട് അനീനെ, പക്ഷേ കിട്ടുന്നില്ല. അതിൻ്റെ ഒരു ടെൻഷനിലാണ് കേട്ടോ എല്ലാവരും നിൽക്കുന്നത്. നൈനയും ആദർശും ജയനും ദേവ്യാനിയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, പിന്നീട് നൈന പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ നന്ദുവിനെ എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചൂട് പിടിപ്പിച്ചുകൊണ്ടാണ് അവൾ അത്രയ്ക്ക് മോശമായിട്ട് അനീനോട് സംസാരിച്ചത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ദേവ്യാനി പറയുന്നുണ്ടായിരുന്നു, അനീനെ പോലെ നല്ലൊരു പയ്യനെ ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അതിന് കാരണം അവൻ തന്നെയല്ലേ അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നതെന്ന്. അപ്പോൾ ആദർശ് പറയും, അവൻ ഇങ്ങനെ പരമാവധി പറഞ്ഞതാണല്ലോ കല്യാണത്തിൻ്റെ തലേ ദിവസം വരെ ഈ ബന്ധം വേണ്ട എന്നുള്ളതെന്ന്. അപ്പോൾ അത് മറ്റാരും അറിഞ്ഞില്ലല്ലോ, അവൻ്റെ മനസ്സിൽ നന്ദു ആണെന്നും ആരും അറിഞ്ഞില്ല. നന്ദു ഇങ്ങനെ സ്വാർത്ഥത ഇല്ലാത്ത കുട്ടിയായതുകൊണ്ടാണ് ഇങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരാത്തത്. പക്ഷേ അനാമികയും തമ്മിൽ ഇങ്ങനെ നല്ല രീതിയിലെല്ലാം മുന്നോട്ട് പോകുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പെൺകുട്ടികളായാലും അവരുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്ദുവിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ ഒട്ടും താല്പര്യമില്ല എന്നാണ് നൈനിയും പറയുന്നത്. അപ്പോൾ ജയൻ പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ തർക്കിക്കേണ്ട സമയമല്ലത്, അവനെ പറ്റി എന്തെങ്കിലും ഒരു വിവരം കിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ഇങ്ങനെ ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി
വരുമെന്ന് പറയുമ്പോൾ ആദർശാണെങ്കിൽ വീണ്ടും നന്ദുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ആദ്യം തന്നെ ചോദിക്കുന്നത് അനി വന്നോന്നാണ്. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഞാൻ അനിയുടെ വിവരം എന്തെങ്കിലും കിട്ടിയോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നന്ദുവിനെ വിളിച്ചതെന്ന്. അപ്പോൾ ഞാൻ എല്ലാ ഭാഗത്തു കൂടി അന്വേഷിക്കുന്നുണ്ട്, ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം ആദർശേട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ടായിരുന്നു നന്ദുവിന് ഒരു വിവരം കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അജയനാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചായിരുന്നു എന്ന്. അപ്പോൾ നൈന് പറയും അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിരുന്നു, അവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു വിവരം കിട്ടിയിട്ടില്ല എന്നാണ് അവരും പറയുന്നതെന്ന് പറയും കേട്ടോ. അപ്പോൾ അനിയനെ കാണാനില്ലാത്തൊരു ടെൻഷനിലാണ് എല്ലാവരും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് കേട്ടോ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്